എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു പോപ്പ് നോട്ടിഫിക്കേഷൻ വരികയാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്താണെന്ന് അറിയാം. അതിൽ നമ്മുടെ ഡിവൈസിനെ ഫാസ്റ്റർ ആക്കാൻ പറ്റും, സേഫർ ആക്കാൻ പറ്റും, അതുപോലെ ഇനിയും സ്മാർട്ട് ആക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ ഇതിന്റെ പുറകോട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എങ്ങനെയാണ് ആ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫോണിലോട്ട് കൃത്യമായി തന്നെ എത്തുന്നത്, ആൻഡ് എങ്ങനെയാണ് ഇതുപോലെ ഒരു അപ്ഡേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ആൻഡ് നമ്മൾ എപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റിനെ പേടിക്കേണ്ടത്? അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യമേ തന്നെ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ ഫോണിലോട്ട് എത്തുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, അതൊരു മാനുഫാക്ചറർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സേ ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഷവോമി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ആൻഡ് എല്ലാ സ്മാർട്ട് ഫോണും ഒരു OS-ലാണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്. അതിപ്പോൾ ആൻഡ്രോയിഡും ആവാം, iOS-ഉം ആവാം. സോ ഒരു അപ്ഡേറ്റ് പാക്കേജ് റെഡി ആയിരിക്കുന്ന സമയത്ത് ഈ അപ്ഡേറ്റ്സ് എല്ലാം കുറച്ച് സെർവറുകളിലോട്ട് ഹോസ്റ്റ് ചെയ്യും ആദ്യമേ തന്നെ. ആൻഡ് ഈ ഒരു ഹോസ്റ്റ് ചെയ്ത സെർവേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ മാനുഫാക്ചറിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ OS ഡെവലപ്പറിന്റെയോ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു സെർവേഴ്സിനെ ഡിജിറ്റൽ വെയർ ഹൗസസ് ആയിട്ട് ഒന്ന് കരുതി നോക്കുക. കുറെ അപ്ഡേറ്റ് പാക്കേജുകളെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെയർ ഹൗസ്. ആൻഡ് ദെൻ ഒരു അപ്ഡേറ്റ് റിലീസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ജസ്റ്റ് മാജിക്കലി ആ ഒരു അപ്ഡേറ്റിനെ പറ്റി അറിയുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഫോൺ ഈ ഒരു സെർവേഴ്സിനെ പീരിയോഡിക്കലി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആൻഡ് ഫോൺ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പുഷ് നോട്ടിഫിക്കേഷനായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണിൽ കാണിക്കും. ആൻഡ് നിങ്ങൾ ആദ്യമേ ആ ഒരു അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യും. എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ വൈഫൈ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു സെർവേഴ്സിൽ നിന്നും നമ്മുടെ ഫോണിലോട്ട് ആ ഒരു അപ്ഡേറ്റ് പാക്കേജിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് പാക്കേജിന്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലാർജ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് വൈഫൈ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡൗൺലോഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു അപ്ഡേറ്റ് ഫയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനുള്ളിൽ തന്നെ ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയയിലാണ് ആദ്യമേ തന്നെ സ്റ്റോർ ആവുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് അപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആവുകയല്ല ചെയ്യുന്നത്. കാരണം അത് ഇൻസ്റ്റാൾ ആവണമെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ആവണം. സോ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ നൗ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു റീസ്റ്റാർട്ടിന്റെ സമയത്ത് നിങ്ങളുടെ ഫോൺ ഒരു പ്രത്യേക മോഡിലോട്ട് പോകുന്നതായിരിക്കും. സോ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഫോണിലോട്ട് വരുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റാൻഡം കോഡ് എല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കോഡല്ല, മറിച്ച് അതിന്റെ പുറകിൽ 100 അല്ലെങ്കിൽ 1000 കണക്കിന് ബ്രില്യൻ മൈൻഡുകളുടെ വർക്കിംഗ് ഉണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട റീസൺസിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്താണ് ബഗ് ഫിക്സസ്. എല്ലാ സോഫ്റ്റ്വെയറിനും കാണും കുറച്ച് ബഗുകൾ, ആ ഒരു കുഞ്ഞു ഗ്ലിച്ചുകൾ, ആപ്പ് ക്രാഷുകൾ തുടങ്ങിയ ബഗുകൾ. ആൻഡ് ഈ ഒരു സംഭവം എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, അങ്ങനത്തെ ബഗുകൾ. ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ബഗുകളെ ഐഡന്റിഫൈ ചെയ്യാനും അതിനപ്പോൾ തന്നെ നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനുള്ളിൽ ആ ഒരു ബഗ്സിനെ നശിപ്പിക്കാനായിട്ടുള്ള ഫിക്സസും അടങ്ങിയിട്ടുണ്ടാവും. അടുത്തതാണ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ്. ഇതാണ് ദ ക്രിട്ടിക്കൽ പാർട്ട്. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇത് ആക്ച്വലി സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് പുതിയ ത്രെഡ്സും അതുപോലെ മാൽവെയറും ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡെവലപ്പേഴ്സ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, ഹാക്കേഴ്സിൽ നിന്നും നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇനി മൂന്നാമത്തതാണ് ദ ഫൺ പാർട്ട്, ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ നിങ്ങളുടെ ഫോണിലോട്ട് പുതിയ ഫീച്ചേഴ്സും പുതിയ ഇംപ്രൂവ്മെന്റ്സും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. റീഡിസൈൻഡ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസസ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമറ ഫംഗ്ഷനാലിറ്റി, പുതിയ ആപ്പുകൾ, ആൻഡ് ഓൾസോ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സിന് വരെ അത് ഒപ്റ്റിമൈസ് ചെയ്തേക്കാം. ഇനിയാണ് മെയിൻ പ്രോസസ് തുടങ്ങുന്നത്. ഇനി ഈ മെയിൻ പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര കോഡിങ്ങോ അതൊന്നും അല്ല ഞാൻ മിണ്ടാനായിട്ട് പോകും. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നടക്കുന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് അപ്ഡേറ്റിന് വേണ്ടിയുള്ള കോഡ് ഉണ്ടാക്കും. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റ് സ്റ്റേബിൾ ആണോ എന്നുള്ളത് കുറെ ഡിവൈസസിന്റെ സഹായം ഉപയോഗിച്ച് അവർ ടെസ്റ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷം കമ്പനീസ് ബീറ്റ പ്രോഗ്രാംസ് ഓഫർ ചെയ്യും. ബീറ്റ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കമ്പനി ഒഫീഷ്യലായിട്ട് ആ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂസേഴ്സിന് ആ ഒരു അപ്ഡേറ്റിലോട്ട് ആക്സസ് ലഭിക്കും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിന്റെ സമയത്ത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് യൂസേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അവർക്ക് മെയിൻ റോൾ ഔട്ടിന് മുമ്പ് ശരിയാക്കാൻ സാധിക്കും. സോ ടെസ്റ്റിംഗ് കഴിഞ്ഞു, ബീറ്റ ടെസ്റ്റിംഗും കഴിഞ്ഞു, ഇനിയാണ് സ്റ്റേജ് റോൾ ഔട്ട്. ഒരു അപ്ഡേറ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവരിത് സ്റ്റേജസിലാണ് ലോഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയായിരിക്കും ഒരു അപ്ഡേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരേ സമയത്ത് എല്ലാ ഡിവൈസസിനും ലഭിക്കില്ല എന്നുള്ളത്. കാരണം അവർ ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ടും ഏതെങ്കിലും ഒരു ബഗ് കണ്ടുപിടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് ആ ഒരു ഇനീഷ്യൽ റോൾ ഔട്ടിന്റെ സമയത്ത് അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു അപ്ഡേറ്റിന്റെ റിലീസ് പോസ് ചെയ്യാനും ആ ഒരു ബഗ് സോൾവ് ചെയ്യാനായിട്ടും പറ്റും. ഇതൊന്നും അല്ല കേട്ടോ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ഡിവൈസസിനും എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ലഭിച്ചുകൂടാ? പക്ഷേ അത് ഇംപ്രാക്ടിക്കൽ ആണ്. കാരണം എല്ലാ ഡിവൈസസിനും സപ്പോർട്ട് ചെയ്യുന്ന അപ്ഡേറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലൈക്ക് ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ പല ലിമിറ്റേഷൻസ് കാരണമാണ് എപ്പോഴും ഓൾഡ് ഡിവൈസസിനും അപ്ഡേറ്റ് ലഭിക്കാത്തത്. ഓക്കെ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ് ദ ഡാർക്ക് സൈഡ് ഓഫ്
ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നതാണ് ഫേക്ക് അപ്ഡേറ്റ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം അപ്ഡേറ്റിന്റെ ഒരു മെസ്സേജ് ലഭിക്കുകയാണ്, പക്ഷേ ഈ ഒരു മെസ്സേജ് വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നിന്നാവാം, ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇമെയിലിൽ നിന്നും ആവാം. ഇതിൽ മിക്കതും മലീഷ്യസ് ആയിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി പല മാൽവെയറുകളും സ്പൈവെയറുകളും എല്ലാം നിങ്ങളുടെ ഫോണിനുള്ളിൽ ഡൗൺലോഡ് ആവും. ആൻഡ് ഇവയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനെ സ്റ്റീൽ ചെയ്യാനും നിങ്ങളുടെ ഫോൺ ഹൈജാക്ക് ചെയ്യാനും ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനെ ടോട്ടലി അങ്ങ് ഡാമേജ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ പോയി തന്നെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ജങ്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരിക്കലും ക്ലിക്ക് ചെയ്യരുത്, അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. അടുത്തത് അത്ര കോമൺ അല്ല എന്നാൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ബഗ്ഗി അപ്ഡേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേറ്റിനുള്ളിൽ ഏതെങ്കിലും ഒരു ബഗ് പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, ബാറ്ററി ഡ്രെയിനിങ് കൂട്ടാനായിട്ട് പറ്റും, ആപ്പ് ക്രാഷുകൾ ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനെ വരെ അത്ര ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കിയെടുക്കാൻ വരെ അത് പറ്റും. പക്ഷേ ഇത് മേജർ റിലീസസിന് റെയർ ആണ്, എന്നാലും ചിലയിടത്തൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്, ആ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന് ഇപ്പോൾ 20% ചാർജേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോപ്പ് നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും. 50% അബവ് ചാർജിങ്ങിനും വേണം അപ്ഡേറ്റ് ചെയ്യാനെന്ന്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഇൻസ്റ്റാളേഷന്റെ സമയത്ത് എന്തെങ്കിലും പവർ ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിനെ വരെ കറപ്റ്റ് ചെയ്തേക്കാം. സോ ഒരു ലാസ്റ്റ് ക്രൂഷ്യൽ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡേറ്റ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാം. ഇത് പലരും ചെയ്യാറൊന്നുമില്ല, എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഡേറ്റയെ പറ്റി അത്രയും കോഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ ഡേറ്റ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്താണെന്നും അതിന്റെ ഡാർക്ക് സീക്രട്സും എല്ലാം മനസ്സിലായി ഞാൻ കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.